HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കുറിച്ചി ആശ്രമം സ്കൂളിന് ശിവഗിരി മഠത്തിന്റെ നവതി സമ്മാനവുമായി 8 കോടിയുടെ മന്ദിര സമുച്ചയം. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ ഉന്നം കിറുകൃത്യമാക്കിയ ദ്രോണാചാര്യർക്ക് വിട. അനന്തപുരിക്ക് അഭിമാനത്തോടെ വിഴിഞ്ഞം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മ പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നു. കുങ്കുമപ്പൂവിൽ കാർഷിക വിപ്ലവം, മലയാളിക്ക് മോദിയുടെ പ്രശംസ. പാകിസ്ഥാന് സേനാ മുന്നറിയിപ്പ്, വെടിവെപ്പ് തുടർന്നാൽ തകർത്തുകളയും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കുറിച്ചി ആശ്രമം സ്കൂളിന് ശിവഗിരി മഠത്തിന്റെ നവതി സമ്മാനവുമായി 8 കോടിയുടെ മന്ദിര സമുച്ചയം. കോട്ടയത്തെ കുറിച്ചി ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിന് സാക്ഷ്യം വഹിച്ച അദ്വൈത വിദ്യാശ്രമം സ്കൂളിന്റെ നവതി സ്മാരകവുമായി പടുത്തുയർത്തിയ ബഹുനില മന്ദിരം പ്രദേശത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കും വിധത്തിലുള്ളതാണ്. 90 വർഷം പിന്നിട്ട മുത്തശ്ശി മന്ദിരങ്ങൾ പൊളിച്ചുമാറ്റി 8 കോടിയോളം രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ശിവഗിരി മഠം സ്കൂളിൽ നവതി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ഹൈസ്കൂളിന്റെ പുതിയ മന്ദിരവും ഏതാനും വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഹയർ സെക്കൻഡറി വിഭാഗം ബഹുനില മന്ദിരവും നാടിനു തന്നെ ചൈതന്യം വർദ്ധിക്കും വിധത്തിലായി. നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ സ്ഥാപിച്ച കാലത്ത് അന്ന് ഏറെ പുതുമയുണ്ടായിരുന്നു. കാലമേറെ കടന്നുപോയപ്പോൾ പ്രായാധിക്യം കൊണ്ട് ഇവ ക്ഷീണാവസ്ഥയിലായത് പ്രാദേശികവാസികളെയും വിദ്യാർത്ഥികളെയും കുറെയൊക്കെ നിരാശപ്പെടുത്തിയിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ബഹുനില മന്ദിരം ഉയർന്നപ്പോൾ അതേ വിധം ഒന്നും തങ്ങൾക്ക് എന്ന ചിന്ത ഹൈസ്കൂൾ വിഭാഗത്തിന് വന്നു ചേർന്നു. നാടിന്റെ മനസ്സ് കണ്ടറിഞ്ഞ ശിവഗിരി മഠം അവരുടെ മനസ്സിന് ഏറെ കുളിർമ പകർന്നുകൊണ്ടായി നവമന്ദിരം പടുത്തുയർത്തിയത്. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ ഉന്നം കിറുകൃത്യമാക്കിയ ദ്രോണാചാര്യർക്ക് വിട. ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന് മേൽവിലാസമുണ്ടാക്കിക്കൊടുത്ത ദ്രോണാചാര്യർ ആയിരുന്നു അന്തരിച്ച പ്രൊഫസർ സണ്ണി തോമസ്. ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഒന്നുമില്ലാത്ത കാലത്തിൽ നിന്ന് ഇന്ത്യയെ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള ലോകവേദികളിൽ മെഡൽ തിളക്കത്തിലേക്ക് എത്തിച്ചതിനു പിന്നിൽ സണ്ണി തോമസിന്റെ അധ്വാനത്തിനും അർപ്പണബോധത്തിനും പ്രധാന പങ്കുണ്ട്. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ ഉന്നം കിറുകൃത്യമാക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ല. അനന്തപുരിക്ക് അഭിമാനത്തോടെ വിഴിഞ്ഞം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മ പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നു. ആയിരാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം, ഒപ്പം അവരുടെ സൈനിക കേന്ദ്രവും. പിന്നീട് വിഴിഞ്ഞം ചോള രാജാക്കന്മാരിൽ രാജരാജ ചോളന്റെ കൈവശമെത്തി. അക്കാലത്ത് ദക്ഷിണ ഭാരതത്തിൽ പ്രമുഖ വാണിജ്യ കേന്ദ്രം തുറക്കുവാൻ ഇതുപോലുള്ള ഒരു തുറമുഖം അവിഭാജ്യ ഘടകമായിരുന്നു. അതിനായി അന്നത്തെ തമിഴ് ഭരണാധികാരികളും കേരള ഭരണാധികാരികളും പലവട്ടം ഏറ്റുമുട്ടിയിരുന്നു. രാജരാജ ചോളന്റെ രാജ്യമായപ്പോൾ അദ്ദേഹം ഈ നഗരത്തിന് രാജേന്ദ്ര ചോള പട്ടണം എന്ന് നാമകരണം ചെയ്തു. പിന്നീട് പാണ്ഡ്യ രാജാക്കന്മാരുടെയും വേണാടിന്റെയും ഒടുവിൽ തിരുവിതാംകൂറിന്റെയും ഭാഗമായി വിഴിഞ്ഞം. തുറമുഖത്തിന്റെ അവകാശത്തിനായി 7-ാം നൂറ്റാണ്ടിൽ ഈ തീരത്ത് വെച്ച് ചോള പാണ്ഡ്യ യുദ്ധം നടന്നു. പ്രാചീനമായ വിഴിഞ്ഞം ഗുഹാക്ഷേത്രങ്ങൾ ഇന്നും കാടുപിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി, പുരാതനമായ മുസ്ലിം പള്ളി, ആഴിമല ശിവക്ഷേത്രം എന്നിവ പ്രശസ്തമാണ്. ജില്ലയിലെ പ്രമുഖ മത്സ്യബന്ധന തുറമുഖവുമാണിത്. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, ഫാർ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന നിലയിൽ വിജയത്തിന് അനുയോജ്യമായ അന്തർലീനീയമായ പ്രാദേശിക നേട്ടങ്ങൾ ആസ്വദിക്കുന്നു. കരയോട് ചേർന്ന് 18 മീറ്റർ ആഴത്തിൽ സഞ്ചരിക്കാൻ പ്രകൃതി നൽകിയ കഴിവുള്ള വിഴിഞ്ഞത്തിന് 20 മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുകൾ ആവശ്യമുള്ള അടുത്ത തലമുറകളിലെ വളരെ വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയും. കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത്. തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന
കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത്. കുങ്കുമപ്പൂവിൽ കാർഷിക വിപ്ലവം, മലയാളിക്ക് മോദിയുടെ പ്രശംസ. മനസ്സുണ്ടെങ്കിൽ നടപ്പാക്കാൻ വഴിയുണ്ട് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് വയനാട്ടിലെ കുങ്കുമപ്പൂ കൃഷിയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. മലവയലിലെ വീടിൻ്റെ ടെറസിൽ സജ്ജമാക്കിയ ശീതീകരിച്ച മുറിയിലാണ് ശേഷാദ്രി കുങ്കുമപ്പൂ വിരിയിച്ചെടുക്കുന്നത്. ഗ്രാമിന് 300 മുതൽ 1000 രൂപ വരെ വിലയുള്ള സുഗന്ധവ്യഞ്ജനമാണിത്. കീറ്റ്കോയിൽ സിവിൽ എഞ്ചിനീയറായ ഈ യുവാവ് ജോലിയോട് വിട പറഞ്ഞാണ് കുങ്കുമപ്പൂ കൃഷിയിലേക്ക് തിരിഞ്ഞത്. നിമിത്തമായത് പൂനെ യാത്ര. അവിടെ കർഷകർ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് കാണാനിടയായി. കൃഷിരീതികൾ കർഷകരോട് ചോദിച്ച് മനസ്സിലാക്കി. കണ്ടാൽ വെളുത്തുള്ളി എന്ന് തോന്നുന്ന സാഫ്രൺ കോർമസ് കാശ്മീരിൽ നിന്ന് എത്തിച്ചു. വീടിൻ്റെ ടെറസിൽ താപനിലയും ഈർപ്പവും നിലനിർത്തുന്ന സജ്ജീകരണമൊരുക്കി. പാകിസ്ഥാന് സേനാ മുന്നറിയിപ്പ്. വെടിവെപ്പ് തുടർന്നാൽ തകർത്തുകളയും. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനും സജ്ജമാണെന്ന് ഇന്ത്യൻ കര, നാവിക, വ്യോമസേനാ മേധാവികൾ വ്യക്തമാക്കി. അതിർത്തി ലംഘിച്ചാൽ തകർത്തുകളയുമെന്ന് നാവികസേന മുന്നറിയിപ്പ് നൽകി. അറബിക്കടലിൽ സേനാ അഭ്യാസം തുടരുന്നതിനിടെയാണിത്. യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏതു നിമിഷവും മാറാം. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരിട്ടാണ് അഭ്യാസ പ്രകടനം വിലയിരുത്തുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കുറിച്ചി ആശ്രമം സ്കൂളിന് ശിവഗിരി മഠത്തിന്റെ നവതി സമ്മാനവുമായി 8 കോടിയുടെ മന്ദിര സമുച്ചയം. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ ഉന്നം കിറുകൃത്യമാക്കിയ ദ്രോണാചാര്യർക്ക് വിട. അനന്തപുരിക്ക് അഭിമാനത്തോടെ വിഴിഞ്ഞം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മ പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നു. കുങ്കുമപ്പൂവിൽ കാർഷിക വിപ്ലവം, മലയാളിക്ക് മോദിയുടെ പ്രശംസ. പാകിസ്ഥാന് സേനാ മുന്നറിയിപ്പ്. വെടിവെപ്പ് തുടർന്നാൽ തകർത്തുകളയും. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി അഗ്നിത 5B. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഗഗൻയാൻ യാത്രികൻ ശുഭാംശു ശുക്ല പരീക്ഷണാർത്ഥം ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്ന ദൗത്യത്തിന്റെ പേര്. ഉത്തരം ആക്സിയോം 4. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. രാജരാജ ചോളന്റെ ഭരണകാലത്ത് വിഴിഞ്ഞം അറിയപ്പെട്ടിരുന്ന പേരെന്ത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.